MP ഫണ്ടിൽ നിന്നും വൻ തുക അനുവദിച്ചിട്ടും ചെലവഴിക്കാതെ രാഹുൽ ഗാന്ധി MP. വയനാട് MPയായി രാഹുൽ ഗാന്ധി തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം അനുവദിച്ച 17 കോടി രൂപയിൽ ആകെ ചെലവിട്ടത് 5 കോടി രൂപയിൽ താഴെ മാത്രം. വിവരാവകാശ രേഖയിലാണ് ഇത് സംബന്ധിച്ച കണക്കുകൾ വ്യക്തമാക്കുന്നത്. കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി കഴിഞ്ഞ 5 വർഷത്തിനിടെ MP ഫണ്ടിൽ നിന്നും ചെലവഴിച്ച തുകയുടെ കണക്കുകളാണ് വിവരാവകാശ രേഖയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഡിസംബർ വരെയുള്ള കണക്കനുസരിച്ച് MP ഫണ്ടിൽ നിന്നും അനുവദിച്ചത് 17 കോടി രൂപയാണ്. എന്നാൽ ചെലവഴിച്ചതാകട്ടെ 4 കോടി 93 ലക്ഷം രൂപ മാത്രം. ബാക്കിയാകുന്നത് 12 കോടിയോളം രൂപ. വിവരാവകാശ പ്രവർത്തകൻ രാജു വാഴക്കാല. 30% താഴെയാണ് അദ്ദേഹത്തിൻ്റെ MP ഫണ്ടിൻ്റെ വിനിയോഗത്തിൻ്റെ കണക്കുകൾ പരിശോധിക്കുന്നത്. അപ്പോൾ സാധാരണ ഒരു MP അവരുടെ മണ്ഡലത്തിൽ ചിലവഴിക്കുന്നതിനേക്കാൾ താഴെയാണ് ഒരു ദേശീയ നേതാവ് എന്ന നിലയിൽ, പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലയിൽ വന്നിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ MP ഫണ്ടിന് വിനിയോഗം നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത്. 2020 മണ്ഡലത്തിലെ വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് വാഹനം വാങ്ങിയതും സ്കൂളിലേക്ക് കമ്പ്യൂട്ടർ വാങ്ങിയതും ഉൾപ്പെടെ വിവിധ ചെറു പദ്ധതികൾക്കായി ചെലവിട്ടത് 1 കോടി 18 ലക്ഷം രൂപയാണ്. 2021 23 ലക്ഷവും 2022 36 ലക്ഷവും ചെലവിട്ടതായാണ് കണക്കുകൾ. ഇക്കഴിഞ്ഞ വർഷം 3 കോടി 15 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചതായും വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖയിൽ വ്യക്തമാക്കുന്നുണ്ട്. കൈരളി ന്യൂസ്, കൊച്ചി. ഉമേഷ് ഉണ്ട് കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ. ഉമേഷ്, MP ഫണ്ടിൽ നിന്നും വൻ തുക അനുവദിച്ചിട്ടും രാഹുൽ ഗാന്ധി ചെലവഴിക്കുന്നില്ല. വയനാട് MPയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം അനുവദിച്ച 17 കോടിയിൽ ഇതുവരെ 5 കോടി രൂപയിൽ താഴെ മാത്രമാണ് വിവരാവകാശ രേഖയിൽ പ്രകാരം കാണിക്കുന്നത്. എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ബിനു, ഇത് വയനാട് ജില്ലാ പ്ലാനിംഗ് ഓഫീസിൽ നിന്ന് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിലാണ് രാജു വാഴക്കാല നൽകിയ വിവരാവകാശ അപേക്ഷ. ആ അപേക്ഷയ്ക്ക് നൽകിയ മറുപടിയിലാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഈ കണക്കിൽ പറയുന്നതനുസരിച്ച്, അതായത് ഇദ്ദേഹത്തിൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, രാഹുൽ ഗാന്ധി വയനാട് നിന്ന് MPയായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം എത്ര തുക ഇതുമായി ബന്ധപ്പെട്ട് ചെലവഴിച്ചു, ആകെ എത്ര തുക അനുവദിച്ചു, അതിലെത്ര ചെലവഴിച്ചു എന്നുള്ളതായിരുന്നു ചോദ്യം. MP ഫണ്ട് ഇനത്തിൽ 17 കോടി രൂപ 1700 ലക്ഷം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 17 കോടി രൂപ MP ഫണ്ടിൽ നിന്ന് അനുവദിച്ചു. ഇതിലാകെ ചെലവിട്ടത് 4 കോടി 93 ലക്ഷത്തി 20,480 രൂപ എന്നുള്ളതാണ് കൃത്യമായ കണക്ക് ഇതിൽ പറയുന്നത്. അതിൽ ഓരോ വർഷവും ചെലവിട്ട തുകയുടെ കണക്കും പറയുന്നുണ്ട്. 2020 ചെലവഴിച്ചത് 1 കോടി 18 ലക്ഷത്തി 8,999 രൂപ. 2021 ചെലവിട്ടത് 23 ലക്ഷത്തി 1,639 രൂപ. 2022 ചെലവിട്ടത് 36 ലക്ഷത്തോളം രൂപ എന്നുള്ള നിലയിലാണ്. ഏറ്റവും ഒടുവിൽ ഇക്കഴിഞ്ഞ 2023 വർഷത്തിലാണ് കുറച്ചധികം തുക അദ്ദേഹം ചെലവഴിച്ചിരിക്കുന്നത്. അത് 3 കോടി 15 ലക്ഷത്തോളം രൂപയാണ്. അങ്ങനെയാണ് കഴിഞ്ഞ 5 വർഷത്തിനിടെ ആകെ ചെലവിട്ടത് 4 കോടി 93 ലക്ഷത്തി 20,480 രൂപ എന്ന കണക്ക് വയനാട് ജില്ലാ പ്ലാനിംഗ് ഓഫീസിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. അത് ഏതൊക്കെ പദ്ധതികൾക്ക് വേണ്ടിയാണ് തുക ചെലവഴിച്ചത് എന്നുള്ളത് സംബന്ധിച്ച വിവരങ്ങളും ഈ വിവരാവകാശ രേഖയിലുണ്ട്. മണ്ഡലത്തിലെ വിവിധ ആരോഗ്യ കേന്ദ്രങ്ങൾ, സ്കൂളുകൾ, അവിടേക്ക് വാഹനങ്ങൾ വാങ്ങിയതും കമ്പ്യൂട്ടർ വാങ്ങിയതടക്കമുള്ള ചെലവുകൾ ഉൾപ്പെടെ കണക്കാക്കിയാണ് ഇത്തരത്തിലുള്ള തുക സംബന്ധിച്ച വിശദീകരണം നൽകിയിരിക്കുന്നത്. ഏതായാലും ദേശീയ നേതാവാണ് രാഹുൽ ഗാന്ധി, കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാവായ അദ്ദേഹം തൻ്റെ മണ്ഡലത്തിൽ ഇത്രയും MPയായി തിരഞ്ഞെടുക്കപ്പെട്ട അതിന് ശേഷം ഇത്രയും കുറഞ്ഞ ഒരു തുക മാത്രമാണ് ചെലവിട്ടത് എന്നുള്ളതാണ് ഈ വിവരാവകാശ രേഖയിൽ നിന്ന് വ്യക്തമാകുന്നത്. വലിയ ഭൂരിപക്ഷത്തിലൊക്കെ ജയിച്ചയാളായിരുന്നു അഖിലേന്ത്യാ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി എന്നുള്ളത്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഈ കേരളത്തിലെ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം വിജയിച്ചത്. അമേഠിയിൽ ഉൾപ്പെടെ മത്സരിച്ചെങ്കിലും അവിടെ പരാജയപ്പെട്ടു കേരളത്തിൽ നിന്നാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. ഈ കേരളത്തിന് വേണ്ടി അദ്ദേഹം എന്തൊക്കെ ചെയ്തു എന്നതിൻ്റെ ഒരു ചിത്രം കൂടിയാണ് ഈ വിവരാവകാശ രേഖയിലൂടെ പുറത്തു വരുന്നത് എന്നുള്ളതാണ്. നേരത്തെ തന്നെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെ വലിയ ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. അതായത് കേരളത്തെ കേന്ദ്രം ഞെരുക്കുമ്പോഴും അതിനെതിരെ ഒരു ശബ്ദം പോലും ഒട്ടും തന്നെ ശബ്ദിക്കുന്നില്ല എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ നേരത്തെ തന്നെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെയുണ്ട്. അതിൽ അഖിലേന്ത്യാ നേതാവായ രാഹുൽ ഗാന്ധി തൻ്റെ മണ്ഡലത്തിൽ എത്ര തുക ചെലവഴിച്ചു എന്നതിൻ്റെ കണക്ക് പരിശോധിക്കുമ്പോൾ അദ്ദേഹം എങ്ങനെയാണ് വയനാട് മണ്ഡലത്തെ അവഗണിച്ചത് എന്നതുകൂടി ഈ കണക്കുകളിൽ നിന്ന് ബോധ്യമാവുകയാണ്. ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ദേശീയ നേതാവാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു സംസ്ഥാനത്തിൽ പരാജയപ്പെട്ടു, കേരളത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുന്നു. ആ MP തന്നെയാണ് ഇത്തരത്തിൽ സ്വന്തം മണ്ഡലത്തിൽ ഇത്രയധികം തുക അനുവദിച്ചിട്ട് പോലും അത് ചെലവഴിക്കാതെ മുന്നോട്ട് പോകുന്നത്. അതായത് തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അനുവദിച്ച 17 കോടി രൂപയിൽ വെറും 4 കോടി സംതിങ് മാത്രമാണ് ചെലവിട്ടത് എന്ന് പറയുമ്പോൾ, ഇനിയിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു, ഈ തുകയൊക്കെ ലാപ്സായി പോകുന്ന സാഹചര്യം, പെരുമാറ്റച്ചട്ടമൊക്കെ നിലവിൽ വരാൻ പോവുകയാണ്. സ്വാഭാവികമായും ഇത്തരത്തിൽ
അവർ കൊട്ടിഘോഷിക്കുന്ന രാഹുൽ ഗാന്ധി, അതായത് കേരളത്തിൽ ആണ് അമേഠിയിലടക്കം പരാജയപ്പെട്ടപ്പോൾ കേരളത്തിലാണ് വിജയിച്ചതെന്നുള്ളത് കൂടി, ഇത് പ്രവർത്തകർക്കിടയിൽ ഉണ്ടാക്കുന്ന ആ ഒരു അവമതിപ്പ് ഏത് തരത്തിലാണ്? വലിയ തരത്തിലുള്ള അവമതിപ്പ് ഉണ്ടാക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ദേശീയ നേതാവായ അദ്ദേഹം 2 മണ്ഡലത്തിൽ ഒരേ സമയം ഒക്കെ മത്സരിച്ചു വന്ന് അതിൽ അമേഠി മണ്ഡലത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടു. അദ്ദേഹത്തിനെ കൈവിടാതിരുന്നത് കേരളത്തിലെ വയനാട് മണ്ഡലം മാത്രമാണ്. ഏറെ പ്രതീക്ഷയോടെയാണ് വയനാടുകാർ അദ്ദേഹത്തെ ഇത്തരത്തിൽ MP ആയി തിരഞ്ഞെടുത്തത്. ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരും, അദ്ദേഹമായിരിക്കും പ്രധാനമന്ത്രി എന്നൊക്കെ വലിയ പ്രചരണങ്ങളുണ്ടായിരുന്നു. ആ പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്തായി. കാരണം കോൺഗ്രസ്സിന് ഭരണം ലഭിച്ചില്ല. എങ്കിലും MP എന്നുള്ള നിലയിൽ വലിയൊരു പ്രവർത്തനം, മികച്ചൊരു പ്രവർത്തനം വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ കാഴ്ചവെക്കും എന്നൊരു പ്രതീക്ഷ ജനങ്ങൾക്കുണ്ടായിരുന്നു. ഓരോ തവണ അദ്ദേഹം കേരളത്തിലേക്ക് വരുമ്പോഴും, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലേക്ക് വരുമ്പോഴും ഒക്കെ വലിയ സ്വീകരണം അദ്ദേഹത്തിന് നൽകിയിരുന്നു. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ്, ഈ കഴിഞ്ഞ 5 വർഷത്തിനിടെ വളരെ കുറച്ച് തവണ മാത്രമാണ് അദ്ദേഹം സ്വന്തം മണ്ഡലത്തിലേക്ക് വന്നത്. പക്ഷേ അദ്ദേഹം വന്നില്ലെങ്കിലും വലിയ തരത്തിൽ പദ്ധതികളൊക്കെ അനുവദിച്ച് വലിയ തരത്തിൽ തുകയൊക്കെ ചെലവഴിച്ച് വലിയ വികസന പദ്ധതികൾ നടപ്പാക്കും എന്നൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷയൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഈ വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖകൾ, ഈ കൃത്യമായ കണക്ക് പറയുന്നത്. ഇത് ഏതെങ്കിലും ഒരു നേതാവ് പറയുന്ന ആക്ഷേപമോ മറ്റോ ഒന്നുമല്ല എന്നുള്ളതാണ്. കൃത്യമായ കണക്കുകളാണ്, കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് പറയുന്നത്. ഇത് വിവരാവകാശ പ്രവർത്തകൻ രാജു വാഴക്കാലയ്ക്ക് ലഭിച്ചതാണ്. അതിൽ ചോദ്യങ്ങൾ വ്യക്തമാണ്. ഈ വയനാട് മണ്ഡലത്തിന് വേണ്ടി MP ഫണ്ടിൽ നിന്ന് എത്ര തുക അനുവദിച്ചു എന്ന കൃത്യമായ ചോദ്യമുണ്ട്. അതിനാണ് 17 കോടിയോളം രൂപ, 1700 ലക്ഷം എന്ന വളരെ കൃത്യമായ കണക്ക് വയനാട് ജില്ലാ പ്ലാനിംഗ് ഓഫീസിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. അതിൽ എത്ര തുക ചെലവിട്ടു എന്നത് സംബന്ധിച്ചും കണക്കുണ്ട്. അത് 4,93,00,000 രൂപയാണ്. കൃത്യമായി പറഞ്ഞാൽ 4 കോടി തുക അനുവദിച്ചിട്ടും ചെലവഴിക്കാതെ രാഹുൽ ഗാന്ധി വയനാട് MP ആയി രാഹുൽ ഗാന്ധി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അനുവദിച്ച 17 കോടി രൂപയിൽ ആകെ ചെലവിട്ടത് 5 കോടി രൂപയിൽ താഴെ മാത്രം. വിവരാവകാശ രേഖയിലാണിത് സംബന്ധിച്ച കണക്കുകൾ വ്യക്തമാക്കുന്ന വിശദമായ റിപ്പോർട്ടാണ് ഉമേഷ് നൽകിക്കൊണ്ടിരുന്നത്.